ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാനൊരു നാടൻ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞണ്ട് റോസ്റ്റിനായിട്ട് ഞാനിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്, കടൽ ഞണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഈ സമയത്ത് ഞണ്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മൂടി വെച്ച് നല്ലൊരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 15 to 20 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഞണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അതിലുള്ള വെള്ളമെല്ലാം വറ്റി കുറച്ച് നേരം അടച്ചു വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം പിന്നീട് തുറന്ന് വെച്ച് നമുക്ക് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കാം കേട്ടോ. റോസ്റ്റിനാവുമ്പോൾ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ച് അതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ കുക്ക് ചെയ്തിട്ട് ഒരു 15 to 20 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്കിത് കുക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഞണ്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാനിതിനകത്തേക്ക് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതിലേക്ക് പെരിഞ്ചീരകം പൊട്ടിച്ച്, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചതും, പച്ചമുളക്, വേപ്പില ഇത്ര ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ചതച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അതുപോലെ തന്നെ എരിവിന് നല്ല എരിവുള്ള പച്ചമുളകാണ് ഒരു 4 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഇതിൻ്റെ പച്ചമണം എല്ലാം പോയ ശേഷം മാത്രം നമുക്ക് ഇനി സവോള ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതിനകത്ത് ഞാൻ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്ത് ഞാൻ പീസായിട്ട് കട്ട് ചെയ്തത് ഇതിനകത്തേക്ക് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നന്നായിട്ടൊന്ന് ഒപ്പം ഇട്ട് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള, അതായത് നല്ല തിന്നായിട്ടാണ് ഞാൻ സവോള കട്ട് ചെയ്തിട്ടുള്ളത്, അതും കൂടി ഏകദേശം ഒരു 2 മീഡിയം സൈസ് സവോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സവോളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം വരെ കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സവോള നന്നായിട്ട് വാടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. സീ ഫുഡുകളിലേക്ക് വെച്ചിട്ട് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് കേട്ടോ ക്രാബ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രാബ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അതിൻ്റെ റെസിപ്പീസ് എല്ലാം ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. വറുത്തരച്ച് ഞണ്ട് കറി, അതുപോലെ തന്നെ ക്രാബ് റോസ്റ്റ്, ക്രാബ് ഫ്രൈ. അപ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ക്രാബിൻ്റെ കട്ട്ലറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഈ ക്രാബ് റോസ്റ്റ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനിത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞതിന് ശേഷം മാത്രം പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളേ. അപ്പോൾ തക്കാളി നല്ല രീതിക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഞാൻ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഈ നമ്മൾ വാടി വന്ന ഈ മസാല സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം അതിനകത്തുനിന്ന് നമ്മൾ ഒഴിച്ചിട്ടുള്ള ആ എണ്ണ ചെറുതായിട്ട് ഇങ്ങനെ ഓസ് ഔട്ട് ചെയ്ത് വരും. ആ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ട്രാ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും അതിനകത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ തന്നെ ആ നടുവിലെ പോർഷനിലേക്ക് ഇറങ്ങി വരുന്നതായിട്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മാത്രമേ ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മല്ലിപ്പൊടി ഓൾറെഡി നമ്മൾ ഞണ്ടിൽ ഇട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഈ വെളിച്ചെണ്ണയിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനിയും ഈ വെളിച്ചെണ്ണയിലിട്ട് ഇതിൻ്റെ പച്ചമണം പോയി വരുന്നവരെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സവോളയുടെയും തക്കാളിയുടെയും മിക്സും കൂടി ആയിട്ട് ഇതിനെ മിക്സ് ചെയ്ത് ഒന്നും കൂടി അടച്ചു വെച്ച് ഈ മസാല ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ ഈ മസാല നന്നായിട്ട് കുക്കായിട്ട് വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഞണ്ടും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഞണ്ട് ആഡ് ചെയ്തതിന് ശേഷം ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം തുറന്ന് നന്നായിട്ട് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. ഇനി ഇത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷവും കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം തുറന്ന് വെച്ച് നല്ല രീതിക്ക് വരട്ടി റോസ്റ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഞണ്ട് എന്തായാലും ആദ്യം തന്നെ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചത് കൊണ്ട് തന്നെ നല്ല ഫ്ലേവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടാവും. അത് ഓൾറെഡി കുക്ക്ഡാണ്. ഇനി നമുക്ക് ആ മസാലയുടെ ആ ഫ്ലേവറും കൂടി ആ ഞണ്ടിലേക്ക് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചും അതുപോലെ തന്നെ കുറച്ച് നേരം തുറന്ന് വെച്ചും നന്നായിട്ട് വരട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഫ്ലേവറും ആ ഞണ്ടിലേക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെ ഈ ഞണ്ട് റോസ്റ്റ് സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ഇടുക്കാച്ചയായിട്ടാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം കേട്ടോ. കുറച്ച് നേരം സ്ലോ കുക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ മസാലയുടെ ഒരു ഫ്ലേവർ ഞണ്ടിലേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അടച്ച് വെച്ച് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം തുറന്ന് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് വരട്ടിയെടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എപ്പോഴും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ എൻ്റെ വീഡിയോസ് നന്നായിട്ട് ഫുള്ളായിട്ടിരുന്ന് കാണുന്നവരുണ്ടെന്ന് എനിക്കറിയാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അതുപോലെ തന്നെ ഇനി വീണ്ടും എൻ്റെ എല്ലാ വീഡിയോസും ഇതുപോലെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കും. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. എന്നാലും ഞാനിത് കുറച്ച് നേരം കൂടി ഇങ്ങനെ തുറന്ന് വെച്ച് ആ ഒരു ഫ്ലേവർ അതിനകത്തേക്ക് ഇറങ്ങുന്ന വരെ ഒന്ന് സ്ലോ കുക്ക് ചെയ്തെടുക്കും. അത് ഇതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മളിങ്ങനെ സ്ലോ കുക്ക് ചെയ്ത് ആ ഒരു മസാല നന്നായിട്ട് നമ്മുടെ ഞണ്ടിൽ കോട്ടായിട്ട് വരുന്നത്. ലാസ്റ്റിൽ ഞാൻ ഇതിനകത്തേക്ക് ഒരു പീസ് ബട്ടറും അതുപോലെ തന്നെ ആവശ്യത്തിനും അനാവശ്യത്തിനും എന്ന് പറയും അതുപോലെ നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പിലയുടെയും ബട്ടറിൻ്റെയൊക്കെ ആ ഫ്ലേവറും കൂടി അതിനകത്ത് പിടിച്ച് വരുമ്പോൾ ഒരു അസാധ്യ രുചിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സീ ഫുഡ് ഇഷ്ടമുള്ളവരെല്ലാം ഇതുപോലെ ഒന്ന് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ ഇതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക കമൻറ്റിൽ. എല്ലാവരുടെയും ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മറ്റൊരാൾ ഉണ്ടാക്കി അതതുപോലെ തന്നെ ടേസ്റ്റിൽ കിട്ടിയെന്ന് അറിയുമ്പോൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.